സംസ്കൃത പഠനത്തിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാൻസ്ക്രിറ്റ് നമ്പേഴ്സാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. സംസ്കൃതത്തിൽ സംഖ്യകൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത്, അതിൻ്റെ കൂടെ ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടി ആഡ് ചെയ്യുന്നുണ്ട് വീഡിയോയിൽ. അതുകൂടാതെ ദേവനാഗരി ലിപിയിൽ എഴുതുന്നതുമുണ്ട്. 1, 2, 3 നമ്മൾ മാത്സിൽ എഴുതുന്ന പോലെ തന്നെ ദേവനാഗരി ലിപിയിൽ എങ്ങനെയാണ് എഴുതുന്നതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സാണ് ഇവിടെ തുടങ്ങുന്നത്. ക്ലാസ്സിലേക്ക് പോവാം. ആദ്യം കാണുന്ന കോളത്തിലാണ് ദേവനാഗരി ലിപിയിൽ 1 എന്നാണ് എഴുതിയിരിക്കുന്നത്. സംസ്കൃതത്തിൽ ഏകം ഉച്ചാരണം, ഇംഗ്ലീഷിൽ 1, മലയാളത്തിൽ 1. ദ്വേ 2, 2, ത്രീണി 3, 3, ചത്വാരി 4, 4, പഞ്ച 5, 5, ഷഡ് 6, 6, സപ്ത 7, 7, അഷ്ട 8, 8, നവ 9, 9, ദശ 10, 10. അതിൽ ദേവനാഗരി ലിപിയിലാണ് ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സാൻസ്ക്രിറ്റിൽ ഇങ്ങനെയാണ് ഉച്ചരിക്കുന്നതും കൂടി മലയാളത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദേവനാഗരി ലിപി എന്ന് പറഞ്ഞാൽ സംസ്കൃതം തന്നെയാണ്. ദേവന്മാരിൽ സംസാര ഭാഷയായിരുന്നു സംസ്കൃതം. അതുകൊണ്ട് ദേവനാഗരി ലിപി എന്നും സംസ്കൃതത്തിന് മറ്റൊരു പേരുണ്ട്. അപ്പോൾ ലെറ്റേഴ്സ് ബാക്കിയും കൂടി നോക്കാം. ഏകാദശ 11, 11, ദ്വാദശ 12, 12, ത്രയോദശ 13, 13, ചതുർദശ 14, 14, പഞ്ചദശ 15, 15, ഷോഡശ 16, 16, സപ്തദശ 17, 17, അഷ്ടാദശ 18, 18, നവദശ 19, 19, വിംശതി 20, 20. അപ്പോൾ ഇതിൽ ലെറ്ററിൽ എഴുതുന്നതും അത് കൂടാതെ സംസ്കൃതത്തിലെ ഉച്ചാരണം മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. സംസ്കൃതം വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി എളുപ്പത്തിനാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലീഷും കൊടുക്കുന്നുമുണ്ട്. പഠിക്കുമ്പോൾ ഏകാദശ എന്ന് പറഞ്ഞാൽ 11 എന്നും 11 ആണെന്നും മനസ്സിലാക്കി വേണം പഠിക്കാൻ. സംസ്കൃതത്തിൽ അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉച്ചരിക്കാനും യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. അടുത്തത് നോക്കാം. ഏകവിംശതി 21, 21, ദ്വാവിംശതി 22, 22, ത്രയോവിംശതി 23, 23, ചതുർവിംശതി 24, 24, പഞ്ചവിംശതി 25, 25, ഷഡ് വിംശതി 26, 26, സപ്തവിംശതി 27, 27, അഷ്ടാവിംശതി 28, 28, നവവിംശതി 29, 29, ത്രിംശത് 30, 30. സംസ്കൃതത്തിലെ സംഖ്യാപഠനം 30 വരെ ഇവിടെ പഠിപ്പിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിലാണ്. അതുവരെ എല്ലാവരും കാത്തിരിക്കുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.